പുതിയൊരു മാപ്പ് വന്നിട്ടുണ്ട്. മാപ്പ് പറഞ്ഞത് രമ്യ ഹരിദാസ് ആണ്. ആരോടാണ് മാപ്പ് പറഞ്ഞത് എന്നല്ലേ? അത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ദീർഘമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അത് മുഴുവൻ വായിച്ചാൽ ആകെ തല കറങ്ങിപ്പോകും. മാപ്പ് പറഞ്ഞിരിക്കുന്നത് ആരോടാണ്, എന്തിനാണ് എന്ന് ഫേസ്ബുക്കിൽ ആ പ്രത്യേക ഭാഗം വായിക്കുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകും. ചേലക്കരയിൽ തോറ്റു രമ്യ ഹരിദാസ്. അതിന് ചേലക്കരയിലെ വോട്ടർമാരോട് നന്ദി പറയുകയാണ്. തോറ്റതിനല്ല, തനിക്ക് വോട്ട് ചെയ്തവരോട് നന്ദി പറയുന്നു. ആ നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റിൽ പറയുന്നത് 40,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു കെ രാധാകൃഷ്ണന്. അത് 12,000 കുറക്കാൻ എനിക്ക് കഴിഞ്ഞു, UDF കഴിഞ്ഞു. അത് UDF വലിയ നേട്ടം തന്നെയാണ്. ചേലക്കര ബാലികേറ മലയാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എല്ലാ പഞ്ചായത്തിലും LDF മുൻതൂക്കമുണ്ട്. ഇതെല്ലാം രമ്യ ഹരിദാസിന്റെ വാക്കുകളാണ്. എല്ലാ പഞ്ചായത്തിലും LDF മുൻതൂക്കമുണ്ട്. ആ മുൻതൂക്കത്തെ മറികടക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്. കാരണം ഭരണവിരുദ്ധ വികാരം എനിക്ക് അവിടെ വ്യക്തിപരമായി പരിചയങ്ങളുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ജയിച്ചു വരാൻ കഴിയും എന്നാണ് കരുതിയത്. പക്ഷേ CPIM-ന്റെ സംഘടനാ പ്രവർത്തനം എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ബൂത്തുകളിലും സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനാ സിസ്റ്റം അത് CPM-നുണ്ട്. അത് കോൺഗ്രസിനുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ഞങ്ങൾ പോരാടി 40,000-ഓളം വോട്ടുകൾ ഉണ്ടായിരുന്ന 2021 കിട്ടിയിരുന്ന LDF 12,000 വോട്ട് മാത്രമാണ് ഇത്തവണ ഭൂരിപക്ഷം ലഭിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒന്നാം ഭാഗം അവസാനിക്കുന്നത്. രണ്ടാം ഭാഗത്താണ് മാപ്പ് പറച്ചൽ തുടങ്ങുന്നത്. ആദ്യം മാപ്പ് പറഞ്ഞത് ആരോടാണ് എന്നല്ലേ? അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഈ തെരഞ്ഞെടുപ്പുമായും അല്ലാതെയും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്ന വിമർശനങ്ങളിൽ കൂടി മറുപടി വേണമെന്ന് തോന്നി. 1. ഞാൻ മറുനാടൻ എന്ന ഓൺലൈൻ മാധ്യമത്തെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതായിരുന്നു. ഇത് സംബന്ധിച്ച് ഞാൻ എൻ്റെ നിലപാട് ഒരിക്കൽ വ്യക്തമാക്കിയതാണ്. ഒരു ഓൺലൈൻ മാധ്യമത്തോടും എനിക്ക് മമതയോ കൂറോ ഇല്ല. അങ്ങനെ പിന്തുണയ്ക്കേണ്ട കാര്യവുമില്ല. ഞാൻ പിന്തുണയ്ക്കുന്നുമില്ല. അത്തരം മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെക്കുറിച്ച് വ്യക്തിപരമായി എനിക്ക് അത്ര നല്ല അഭിപ്രായവും ഇല്ല. എതിർശബ്ദങ്ങളെ ഇല്ലാതെയാക്കുക എന്ന ഇടതുപക്ഷത്തിന് നയങ്ങൾ നടപ്പിലാക്കുന്നത് കണ്ടപ്പോഴാണ് ഓൺലൈൻ മാധ്യമ വക്താവിൻ്റെ ചിത്രം വെച്ച് പിന്തുണയുമായി രംഗത്തെത്തിയത്. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ വാർത്തകൾക്കുമുള്ള പിന്തുണയോ വ്യക്തിക്കുള്ള പിന്തുണയോ ആയിരുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്നവർക്ക് അന്നത്തെ പിന്തുണ വേദന സൃഷ്ടിച്ചു എങ്കിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് മാപ്പ് പറഞ്ഞ ഭാഗത്ത് പറയുന്നത്. ആരോടാണ് മാപ്പ് പറയുന്നത്? വോട്ടർമാരോട് തന്നെയാണ്. എന്തിനാണ് മാപ്പ് പറയുന്നത്? മറുനാടൻ ഷാജന് പിന്തുണ പ്രഖ്യാപിച്ച് വന്നതിൽ. പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല, പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും മറുനാടൻ ഷാജനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ അടക്കം വെച്ചുകൊണ്ടാണ് പോസ്റ്റ് ഇട്ടത്. സ്വാഭാവികമായും മറുനാടൻ മലയാളിയുടെ ഒരു രാഷ്ട്രീയ പക്ഷപാതിത്വം എല്ലാവർക്കും അറിയാം. അത് സംഘപരിവാർ പക്ഷപാതിത്വമാണ്. സംഘപരിവാർ പക്ഷപാതിത്വമുള്ള, സംഘപരിവാറിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ പിന്തുണ സ്വാഭാവികമായും മണ്ഡലത്തിലെ മുസ്ലിം വോട്ടർമാർക്ക് സ്വീകാര്യമായിരുന്നില്ല. മുസ്ലിം വോട്ടർമാർ അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസിനോടൊപ്പം നിന്നില്ല എന്നതാണ് രമ്യ ഹരിദാസ് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ വിഭാഗത്തോട് എന്ന് പറയാതെ മാപ്പ് പറയാൻ, ഖേദം പ്രകടിപ്പിക്കാൻ രമ്യ ഹരിദാസ് തയ്യാറായിരിക്കുന്നത് എന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിമർശനം രമ്യ ഹരിദാസിനെതിരെ ഉയർന്നു വന്നത് അത് മറ്റൊന്നുമായിരുന്നില്ല. 1,87,000 രൂപ ശമ്പളം ലഭിക്കുന്നുണ്ട്, എന്നിട്ട് എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞതാണ്. 1,87,000 രൂപ ശമ്പളം കിട്ടിയിട്ടും ജീവിക്കാൻ കഴിയാത്ത ആളാണോ ഈ രമ്യ ഹരിദാസ്? രമ്യ ഹരിദാസ് വന്ന ഇടം ഏതായിരുന്നു? MP ആകുന്നതിന് മുമ്പുള്ള അവരുടെ ജീവിതം എന്താണ്? ഇപ്പോൾ രമ്യ ഹരിദാസിന് 1,87,000 രൂപ ലഭിച്ചിട്ടും ജീവിക്കാൻ കഴിയുന്നില്ല. ഒരു ഇന്റർവ്യൂവിലാണ് പറഞ്ഞത്, കടത്തിലാണ് ജീവിക്കുന്നത്, ഈ പണം കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, എവിടെയും എത്തുന്നില്ല. ഒരു കാറ് വാങ്ങി അതിന് ലോൺ അടക്കണം, ചേലക്കരയിൽ വീടെടുത്തു, അതിന് വാടക കൊടുക്കണം, കാറ് എത്രയാണ് സഞ്ചരിക്കേണ്ടത്, ഒരു ദിവസം ഡീസൽ അടിക്കണം, അതോടൊപ്പം തന്നെ കുടുംബത്തെ നോക്കണം. ചെറിയ ശമ്പളത്തിന് ജോലി കിട്ടിയപ്പോൾ അന്ന് കുടുംബത്തെ ആ ശമ്പളം കൊണ്ട് നോക്കിയതാണ്, ഇന്ന് അതിന് കഴിയുന്നില്ല. 1,87,000 രൂപ ലഭിച്ചിട്ടും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ച് വിശദമായ നീണ്ട ഒരു കുറിപ്പും കൂടി എഴുതിയിട്ടാണ് അങ്ങനെ പറഞ്ഞതിൽ ഖേദം പ്രകടിപ്പിക്കുന്നത് രമ്യ ഹരിദാസ്. വീണ്ടും വോട്ടർമാരോട് അങ്ങനെ പറഞ്ഞത് ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല,
അത് അന്നത്തെ സാഹചര്യത്തിൽ പറഞ്ഞു പോയതാണ്. മൊത്തം വരവ് ചെലവ് കണക്കുകൾ നോക്കുമ്പോൾ 1,87,000 രൂപയ്ക്ക് ഒന്നും എത്തുന്നില്ല. ദില്ലിയിലെ ഓഫീസ്, ദില്ലിയിലെ സ്റ്റാഫ്, ഓരോ മണ്ഡലത്തിലും ഓരോ സ്റ്റാഫ് സർക്കാർ വിട്ടുതരുന്നത് ഒരു സ്റ്റാഫിനെ മാത്രമാണ്. മറ്റു എല്ലാ മണ്ഡലങ്ങളും 7 സ്റ്റാഫിനെ വീതം വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താണ് മണ്ഡലത്തിൽ ചെയ്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം പക്ഷേ ഈ പോസ്റ്റിൽ പറയുന്നില്ല. എല്ലാ MP-മാർക്കും നൽകുന്ന സൗകര്യം മാത്രമേ രമ്യ ഹരിദാസിനും സർക്കാർ നൽകിയിട്ടു. അവരൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, അതെങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും രമ്യ ഹരിദാസ് പറയുന്നില്ല. ഈ ദീർഘമായ പോസ്റ്റിൽ MP ആവുന്നതിന് മുമ്പുള്ള തന്റെ ജീവിതം, പട്ടിണി കിടന്ന ജീവിതം, ചെറിയ ശമ്പളം കൊണ്ട് ജീവിതം പടുത്തുയർത്തിയതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒരു വീട് വെക്കാനുള്ള വലിയ മോഹം പൂർത്തീകരിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു നീണ്ട പോസ്റ്റാണ്. തന്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് ഈ 1,87,000 രൂപ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് സഹിതമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഏറ്റവും അവസാനം പറയുന്നു, തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയവരാണ് നമ്മളെല്ലാം. ലോകം മുഴുവൻ അടക്കി വാണിരുന്ന ബ്രിട്ടീഷുകാരെ നിരന്തരമായ പ്രവർത്തനത്തിലൂടെ ഇന്ത്യയുടെ മണ്ണിൽ മുട്ടുകുത്തിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ. എല്ലാ കോട്ടകളും വീഴുന്ന ദിനങ്ങൾ വരും. ചങ്കുറപ്പോടെ ഒറ്റക്കെട്ടായി നമ്മൾ പ്രവർത്തിക്കും. തിരുത്തലുകൾ വരുത്തേണ്ടത് തിരുത്തലുകൾ വരുത്തിയിരിക്കും. നമ്മൾ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്ന് വെച്ചാൽ വീണ്ടും മത്സരിക്കും, അപ്പോൾ എല്ലാം തിരുത്തി വീണ്ടും ജനങ്ങൾക്ക് മുന്നിലേക്ക് തന്നെ വരും എന്ന് ഉറപ്പിച്ചു പറയുന്നു രമ്യ ഹരിദാസ്. രമ്യ ഹരിദാസിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്, ഭാവി രാഷ്ട്രീയത്തിന് ഭാവുകങ്ങൾ നേരുക മാത്രമേ വഴിയുള്ളൂ. ചേലക്കരയാണ് മണ്ഡലം എന്ന തിരിച്ചറിവ് രമ്യ ഹരിദാസിന് ഉണ്ടായിരുന്നാൽ രമ്യ ഹരിദാസിന്റെ ഭാവി രാഷ്ട്രീയ ജീവിതം ശോഭനമാകും. അതുകൊണ്ട് മറ്റു വഴികളിലൂടെ സഞ്ചരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇതുള്ളത്. ഏതായാലും ഒരു തോൽവിക്ക് മുന്നിൽ നിന്ന് തനിക്ക് വോട്ട് ചെയ്ത വോട്ടർമാരോട് നന്ദി പറയുന്ന ഘട്ടത്തിൽ ഇത്തരം വാചകങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനം ഷാജിസ്കറിയക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന രമ്യ ഹരിദാസ്. അത് അന്ന് തന്നെ വലിയ വിമർശനം ഉയർന്നു വന്നതാണ്. അത് വേണോ എന്ന ചോദ്യം കോൺഗ്രസ്സുകാർ തന്നെ ചോദിച്ചതാണ്. മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ. എന്തിനാണ് ഷാജിസ്കറിയെ പിന്തുണച്ചത് എന്ന ചോദ്യം, ആ ചോദ്യം ഉയർന്നു വന്നത് കോൺഗ്രസിന്റെ അണികളിൽ നിന്ന് തന്നെയാണ്. മുസ്ലിം ലീഗിന്റെ, UDFന്റെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ അണികളിൽ നിന്ന് തന്നെയാണ്. ഷാജിസ്കറിയയുടെ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിന്റെ രാഷ്ട്രീയ പക്ഷപാതിത്വം അത് ഹിന്ദുത്വ പക്ഷപാതിത്വമാണ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരാൾക്ക് പരസ്യ പിന്തുണയുമായി രംഗത്ത് വരേണ്ടതുണ്ടോ, അങ്ങനെ ഉണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് ഉയർന്നത് രമ്യ ഹരിദാസിനെതിരെ. ആ ചോദ്യത്തിന് അന്ന് രമ്യ ഹരിദാസ് മറുപടി പറഞ്ഞിരുന്നില്ല, മൗനമാണ് പാലിച്ചത്. ഇന്നിതാ തോൽവി ഏറ്റുവാങ്ങിയ ഈ ഘട്ടത്തിൽ അതിൽ ഒരു കുറ്റബോധമുണ്ട്, ഖേദമുണ്ട് എന്ന് പറയുന്നു രമ്യ ഹരിദാസ്.